ഹലോ മച്ചന്മാരെ സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ കളങ്കാവലിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ 83 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ വിപ്ലവം സൃഷ്ടിച്ച ഈ ഒരു സിനിമ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയെ തന്നെ അത്ഭുതം ഉളവാക്കുന്ന മറ്റൊരു ചിത്രമായി മാറി. ഇന്ത്യൻ സിനിമയിലെ മുടിചൂടാം മന്നനായി മമ്മൂട്ടിയെ പാടുന്നതും ഈ ഒരു ചിത്രത്തിലൂടെ തന്നെയാണ്. ഇതിനു മുമ്പുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ പലതും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ഒരു നടനും കൈവെക്കാൻ പോലും കഴിയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ചിത്രം തന്നെയാണ്. അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മമ്മൂട്ടിയെയും അത്രത്തോളം മികച്ച രീതിയിലുള്ള ഒരു വില്ലനെയുമൊക്കെ വാർത്തെടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലാകുകയാണ്. ഇന്ന് മമ്മൂട്ടിയോട് കിടപിടിക്കാൻ വേറെ ഒരു താരവും അദ്ദേഹത്തിൻ്റെ സമീപകാലത്തുണ്ട് അല്ലെങ്കിൽ സമകാലീനരായിരുന്ന ആരുമില്ല എന്നുള്ളത് തന്നെയാണ്. പുതിയ തലമുറയിൽ മഷിയിട്ട് നോക്കിയാൽ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 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 പൊടി പോലുമുള്ള ലെവലിൽ എത്താനുള്ള ആളുകളുമില്ല എന്നുള്ളത് നമുക്കറിയാം. എന്താണേലും ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കുകയാണ്, കളങ്കാവലിത 83 കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടിക്ക് മുകളിൽ സിനിമ നേടിയിരിക്കുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോകുന്നു. GCCയിൽ സിനിമ $4 മില്യൺ നേടുമോ എന്നുള്ള ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. ഇനിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമ 7 കോടിയും കടന്ന് തകർക്കുകയാണ്. എന്താണേലും ഈ ഒരു സിനിമ വലിയ ഒരു വിജയമായി മാറുകയാണ്. മമ്മൂട്ടിയുടെ തന്നെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നായ ഭീഷ്മപർവവും അതുപോലെ തന്നെ കണ്ണൂർ സ്കൂളിനെയും കവർ ചെയ്യാൻ ഈ സിനിമയ്ക്കാകുമോ എന്നുള്ള ചോദ്യമാണ്. നാളെയോ മറ്റന്നാളോ കണ്ണൂർ സ്കൂളിൻ്റെ കളക്ഷൻ റെക്കോർഡ് ഈ സിനിമ തകർക്കുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ 3-ാം സ്ഥാനത്തേക്ക് 4-ാം സ്ഥാനത്തേക്ക് ഈ സിനിമ എത്തുന്നു എന്ന് തന്നെ പറയാം. മോഹൻലാൽ നായകനായ 2 ചിത്രങ്ങൾ, അതായത് തുടരും അതേപോലെ തന്നെ എമ്പുരാൻ, അതിനുശേഷം ഈ ഒരു ചിത്രമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 85 കോടിയുടെ മമ്മൂട്ടി പോസ്റ്റർ ഇറക്കുന്ന ആ ഒരു ദിനം. മമ്മൂട്ടി കമ്പനിയാണോ? കറക്റ്റായിട്ടുള്ള കണക്കുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രൊമോഷണൽ ഫിഗേഴ്സ് ഇറക്കാറില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു പോസ്റ്ററിന് വേണ്ടി കാത്തിരുന്നത്? നിങ്ങളുടെ എക്സ്പെക്റ്റേഷനിൽ ഈ സിനിമ ഫൈനലായി എത്ര നേടുമെന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം. താങ്ക് യു ബ്രോസ്.